സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ പാർട്ടി, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി, ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിൽ ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണോ, പെട്ടിരിക്കുകയാണോ? സാർ, ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന പ്രക്ഷോഭം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രക്ഷോഭം, സാർ, കോൺഗ്രസിന്റെ ഡൽഹി പ്രക്ഷോഭത്തിന് പിറകെ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് വരുമ്പോൾ അവിടെ BJP ഇന്ന് അവിടെ ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാർ, കോൺഗ്രസിന് എന്താണ് ജാർഖണ്ഡിൽ ശരിക്കും പറ്റിയിരിക്കുന്നത്? പണ്ട് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെട്ടിരിക്കുന്നു, അല്ല നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജാർഖണ്ഡ് സംഭവം നമ്മളെ തെളിയിക്കുന്നത്. ആവശ്യമില്ലാത്തിടത്ത് കൊണ്ടുപോയി തലയിടരുത്. പണ്ടുള്ള ആളുകൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മുഖത്ത് തുപ്പരുതെന്ന് പറയുമ്പോൾ തുപ്പുന്നിടത്ത് കൊണ്ട് മുഖം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം അല്ലേ? അങ്ങനെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് തുപ്പല് തെറിക്കും അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ രണ്ടും ശരിയാണ്. അത് തന്നെയാണ് കോൺഗ്രസിന് ഡൽഹിയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയില് ഈ പാറ്റ സമരം നടക്കുന്ന സമയത്ത്, ജന്തർ മന്ദറിൽ പാറ്റ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരിയും മറ്റുമാണ് അന്ന് ആ സമയത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇദ്ദേഹം ഏതാണ്ട് 20 ദിവസത്തിന് ശേഷം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നു. ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത സമയത്താണ് ജന്തർ മന്ദറിൽ വലിയ സമരം നടക്കുന്നു. 20-21 ദിവസമായിട്ട് കുട്ടികളുടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അതൊരു രാജ്യവ്യാപകമായ സ്വഭാവം ഉണ്ടാകുന്നു. അന്തർദേശീയ ശ്രദ്ധ വരുന്നു. സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ അവിടെ നിരാഹാരം കിടക്കുന്നു. അങ്ങനെ വലിയ വിഷയമാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ വലിയൊരു വിഷയം, രാഷ്ട്രീയ വിഷയം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. കുട്ടികളുടെ പ്രധാനപ്പെട്ട ആവശ്യം, അന്ന് മന്ത്രിയായിരുന്ന, അവരുടെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. അപ്പൊ ആദ്യ സമയം സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. പക്ഷെ സമരം വളരെ രൂക്ഷമായ ശേഷം സോനം വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് ആ സമയത്തേക്ക് എത്തിയിരുന്നില്ല. ഈ സമയത്താണ് ഡൽഹിയിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. കുട്ടികളുടെ പേരിൽ അക്രമ സംഭവങ്ങൾ വരെ ഉണ്ടായത്. കുട്ടികൾ പ്രതിഷേധിച്ചു. അവർ സ്വാഭാവികമാണ്, അവരുടെ സ്വാഭാവിക പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തിലേക്ക് നുഴഞ്ഞു കയറിയ ക്രിമിനൽസ് ആണ് അവിടെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് പോലീസിന്റെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് മറ്റൊരു സ്വഭാവം സമരത്തിനങ്ങ് വന്നു. ഇതാ കുട്ടികളെ മാരകമായിട്ട് ആക്രമിച്ചിരിക്കുന്നു, പെല്ലറ്റ് ഗണ്ണ് കൊണ്ട് ആക്രമിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ ആണി തറച്ച ലാത്തി കൊണ്ട് അടിച്ചിരിക്കുന്നു, അവരെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ പുറകിൽ നടന്ന സംഭവങ്ങൾ അതെല്ലാം വീഡിയോ വേറെയുണ്ട്. അതായത് സർക്കാർ വാഹനങ്ങളും പോലീസ് വണ്ടിയൊക്കെ കത്തിച്ച ക്രിമിനൽസിനെ അവർ പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ പോവുകയാണ്. അപ്പൊ ഇതിനിടെ മധ്യത്തിലേക്കാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അദ്ദേഹം വിദേശ സന്ദർശനങ്ങളൊക്കെ ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് വലിയൊരു അവസരം നിൽക്കുകയാണ്. BJP സർക്കാരിനെതിരെ വലിയൊരു അവസരം. ഉടൻ തന്നെ പ്രതിപക്ഷ ആളുകൾ എല്ലാവരും കൂടെ രംഗത്തേക്ക് വന്നു. പ്രതിപക്ഷ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ എല്ലാവരും കൂടെയാണ് വന്നത്. അതിനകത്തിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം നയിക്കുന്ന സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ പാർട്ടിക്കാര് കുറച്ച് നേതാക്കന്മാർ, അഖിലേഷ് യാദവ് അടക്കമുള്ളവരെ സമരത്തിനും വന്നിരുന്നു. പക്ഷെ മറ്റവരാരുമില്ല. പ്രധാനപ്പെട്ട മറ്റൊരു മുന്നണിയായ DMK വന്നിട്ടില്ല. കാരണം അവരോട് തമിഴ്നാട്ടിൽ ചെയ്ത ചതിക്ക് അവർ പ്രതികാരം ചെയ്തു. അവരാ സമരത്തിനങ്ങ് വന്നില്ല, ജന്തർ മന്ദർ സമരത്തിന് വന്നില്ല. മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടുത്തെ ശിവസേനയെ 4 ഗുണ്ടമാക്കിയിരിക്കുകയാണ് BJP, അതുകൊണ്ട് അവരും വന്നില്ല. പശ്ചിമ ബംഗാളിലെ കാര്യം പിന്നെ പറയാനുമില്ല അല്ലേ? അവിടെ ഉണ്ടായിരുന്ന 28 MP മാരിൽ 26 പേരും കൂറുമാറി ഇപ്പൊ BJPക്കൊപ്പമാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരുമില്ല. പിന്നെ കോൺഗ്രസും ഉണ്ട്, ആകെപ്പാടെ SP ഉണ്ട്. അപ്പൊ അതിനിടയിലാണ് കേരളത്തിൽ നിന്ന്, വലിയ സമര പാരമ്പര്യമുള്ള കേരളത്തിൽ നിന്ന് CPM-ന്റെ MP-മാര്, അവരാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം സമരവേദിയിലൊക്കെ നമ്മൾ കണ്ടത്. അവര് കേരളത്തിനകത്ത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഗുസ്തിയൊക്കെ പറയും, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയ വിരോധികളാണെന്നൊക്കെ പറയുമെങ്കിലും ആ സമരവേദിയിലും പിന്നീട് ഗാന്ധി സമാധിയില് രാജ്ഘട്ടിലൊക്കെ നമ്മൾ കണ്ടല്ലോ, അവരിങ്ങനെ വളരെ സ്നേഹാദരത്തോടുകൂടി എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടുകൂടി കൈകോർത്തൊക്കെ നിൽക്കുന്നതും അത്തരം ചില രംഗങ്ങളൊക്കെ നമ്മളവിടെ കണ്ടല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും മോദിയെ താഴെ ഇറക്കാനുള്ള ഒരു അവസരം അങ്ങനെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് പാവം ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി ആദ്യം പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാം,
അത് കഴിഞ്ഞപ്പോഴാണ് പോലീസിന്റെ ലാത്തിച്ചാർജും പോലീസ് അതിക്രമത്തിന്റെ പേരിൽ അമിത്ഷായെ രാജിവെപ്പിക്കാം, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലയിലോട്ട് ഇതെല്ലാം കൊണ്ടുവെക്കാം. അത് രണ്ടാമത് വന്ന ഡിമാൻഡാണ് കേട്ടോ. ആദ്യം കുട്ടികൾക്ക് ഡിമാൻഡ് ഇല്ലായിരുന്നു. കുട്ടികൾ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ അവരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇവരിവിടത്തില്ല, പ്രതിപക്ഷ കക്ഷികൾ വിടുന്നില്ല. അവര് പറയുന്നത് അത് പോരാ, ഇപ്പൊ പറയുന്നത് അമിത്ഷാ രാജിവെക്കണം. അതും കടന്നിട്ട് മറ്റൊരു വാദം കൂടെ വരുന്നത് പ്രധാനമന്ത്രി വരെ രാജിവെക്കണമെന്നാണ്. അപ്പൊ ഇവരാരും കഴിഞ്ഞ ദിവസമായിട്ട് സഭയിൽ വരുന്നില്ല, പാർലമെന്റ് സെഷനിലാണ്. അപ്പൊ അവരാരും സഭയിൽ വരുന്നില്ല. പ്രധാനമന്ത്രിയും അമിത്ഷായും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരുന്നില്ല. അത് ഞങ്ങളെ പേടിച്ചോടുകയാണ്, അതുകൊണ്ട് ഇവര് പെട്ടെന്ന് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ സമരം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പാറ്റാ സമരം വളരെ ഗംഭീരമായിട്ട് വിജയിച്ചു. അത് ന്യായമാണ്, കുട്ടികളുടെ സമരം ന്യായമാണ്. നീറ്റ് എക്സാമിനേഷനകത്തുണ്ടായ ക്രമക്കേടിനെ തുടർന്ന് കുട്ടികൾക്ക് കിട്ടിയ ഒരു ന്യായമായ അവകാശമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക്. അവസാന നിമിഷമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ആ നിലയിൽ കൊണ്ടെത്തിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു. അത് ശരിക്കും ഒരു ധർമ്മസമരം തന്നെയായിരുന്നു. പക്ഷെ അതിനകത്ത് അതിക്രമിച്ച് കയറിയ അക്രമികളെ കുറിച്ച് നമ്മൾ ആ വിഷയം മാറ്റി നിർത്തണം. പക്ഷെ ഇവിടെ ഒരു മുതലെടുപ്പിന് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചു, അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി പ്രചാരണം? ഇതാ അമിത്ഷാ മുട്ടുമടക്കിയിരിക്കുന്നു, നരേന്ദ്രമോദി ജീവിതത്തിൽ ആദ്യമായിട്ട് മുട്ടുമടക്കിയിരിക്കുന്നു, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇതാ മുട്ടുമടക്കിയിരിക്കുന്നു. ഇതുവരെ അവർക്ക് മുട്ടുവേദനയാണെന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവർ മുട്ടുമടക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മുമ്പിൽ നരേന്ദ്രമോദി അമിത്ഷായി മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞ പ്രചരണം. അവർക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുണ്ട്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അത്തരം പ്രഖ്യാപനങ്ങൾക്കൊന്ന് അണികളെ ആവേശപ്പെടുത്താൻ പറയാം. പക്ഷെ അങ്ങനെ പ്രഖ്യാപിച്ച് പാർലമെന്റിൽ ഇവരുടെ വരവിനെ പ്രധാനമന്ത്രിയും അമിത്ഷായും വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെ പിന്നെ അവർ വരാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ന്യായമായ ഒരു ആവശ്യം പറയാം. അവർ രണ്ടുപേരും സഭയിൽ ഹാജരാകേണ്ടത് തന്നെയാണ്. എന്താണ് അതിന്റെ പുറകിലെന്ന് അറിഞ്ഞില്ല. സാധാരണഗതി പ്രധാനമന്ത്രി അങ്ങനെ വരാറില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി വരാറുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇന്ന് വരുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ കുറച്ച് ബില്ലുകളും നിയമങ്ങളും ഒക്കെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് സപ്പോർട്ട് വേണം. 3-2 സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അമിത്ഷാ ഇത്തരം ചില കരുക്കൾ നീക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് സഭയിൽ ഹാജരാകുന്ന ഒരു സൂചനയുണ്ട്. 2 മണി വരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് പെട്ടെന്ന് ഇതാ കേൾക്കുന്നു, ജാർഖണ്ഡിൽ മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നു. ജാർഖണ്ഡിൽ മറ്റൊരു സമരം, അതായത് ഈ പാറ്റാ സമരം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളിലെ ഒന്ന് ഈ പറയുന്ന പോലെ ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡിലും PSC പരീക്ഷയുടെ പേരിൽ വലിയൊരു പ്രക്ഷോഭം, അതിനെ പാറ്റാ പ്രക്ഷോഭം എന്ന് പറയാം അല്ലേ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാറ്റാ കുട്ടികളുടെ, അതായത് അസംഘടിതരായ, അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയും തണലില്ലാത്ത കുട്ടികളുടെ പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രക്ഷോഭമാണ്. അവിടെ PSCയുമായിട്ട് ബന്ധപ്പെട്ട ക്രമക്കേടാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത് പോലെ കേരളത്തിൽ നടക്കുന്നില്ലേ, വലിയ പരീക്ഷ, ഉന്നത ശമ്പളമുള്ള പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ തന്നെ എടുത്ത് വെളിയിൽ കൊടുത്തിരിക്കുകയാണ്. കൊടുത്തിരിക്കുന്ന ഉത്തരക്കടലാസുകളില് 10 ചോദ്യങ്ങൾ നോക്കിയിട്ട് പോലുമില്ല. നോക്കണം, ഒരു സ്വന്തക്കാരനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് 10 ഉത്തരക്കടലാസ് പോലും നോക്കാതെ ചെയ്തിരിക്കുകയാണ്. അത് വേറൊരു കേസ് കേരളത്തിൽ നടക്കുന്നു. ഇതിന് സമാനമായ അവിടുത്തെ പരീക്ഷയുമായിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷയുമായിട്ടുള്ള ഒരു കേസിലാണ് അവിടെ നടന്നത്. ജാർഖണ്ഡിൽ ക്രമക്കേടുണ്ടായതിനെ തുടർന്ന് അറസ്റ്റ് വാറണ്ട് വന്നു. അവിടുത്തെ PSC ചെയർമാൻ ഭരണഘടനാപരമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനമൊക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ PSC ചെയർമാൻ അറസ്റ്റ് വാറണ്ട് വന്നു ജാർഖണ്ഡിന്റെ. അദ്ദേഹം ഉടൻ തന്നെ രാജിവെച്ച് കളഞ്ഞു. ഇന്നലെ കേൾക്കുന്നത് അവിടുത്തെ 3 PSC മെമ്പർമാരുണ്ടായിരുന്നു, അവരവിടെ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ 20-21 PSC മെമ്പർമാരൊന്നും അവിടെ ഇല്ല. ആ 3 PSC മെമ്പർമാർക്കും നോട്ടീസ് പോയതിനെ തുടർന്ന് അവരും രാജിവെച്ചു. അപ്പൊ ചുരുക്കത്തിൽ PSC അവിടെ നാഥനില്ലാ കളരിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ സമരം എങ്ങും എത്തുന്നുമില്ല. അതിനിടയിലാണ് ഇന്നലെ ഭീകരമായ ലാത്തിച്ചാർജ്. കുട്ടികൾ പ്രക്ഷോഭം, നമ്മുടെ ജന്തർ മന്ദറിലെ പോലെ തന്നെ കുട്ടികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി അവര് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഹേമന്ത് സോറന്റെ വസതിയിലേക്ക് മാർച്ചും പ്രകടനവും ഒക്കെ ആയിട്ട് വന്നു. ആ സമയത്ത് അവരെ എങ്ങനെ തടഞ്ഞത്? അവരെ ഡൽഹി ജന്തർ മന്ദറിന് സമാനമായ സംഭവങ്ങൾ തന്നെയാണ് അവിടെ ആവർത്തിച്ചത്. ജാർഖണ്ഡ് ഭരിക്കുന്ന ആരാണ്? ജാർഖണ്ഡ് ഭരിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച, ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസ് ആണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി. അവിടുത്തെ 81 നിയമസഭയിലെ 34 സീറ്റുകള് ജാർഖണ്ഡ് JMM-നുണ്ട് 14 സീറ്റ്, 16 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. പ്രധാന പ്രതിപക്ഷമായ BJP മുന്നണിയുണ്ട് അവിടെ. മറ്റേ BJPക്ക് 21 സീറ്റേ ഉള്ളൂ. പിന്നെ അവിടെ ഘടകകക്ഷികൾക്ക് 2-3 സീറ്റുകളേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അവിടെ. ബാക്കി മഹാഭൂരിപക്ഷം 55-56 സീറ്റുകൾ ഈ മഹാഗഡ്ബന്ധനാണുള്ളത്. അവിടെയാണ് കോൺഗ്രസ് വിട്ടിലായി കിടക്കുന്നത്.
അപ്പൊ ഈ സമരം ഇത്രയും ദിവസം നടന്നിട്ടും എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജാർഖണ്ഡിലേക്ക് പോയില്ല? സ്വന്തം സർക്കാരാണ് അവിടെ നിലനിൽക്കുന്നത്. ഹേമന്ത് സോറൻ ഭരണം നിലനിർത്തുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുട്ടികളുടെ പാറ്റ മോഡൽ സമരമാണ് അവിടെ, അല്ലെങ്കിൽ PSC യുമായിട്ട് ബന്ധപ്പെട്ട വലിയ രൂക്ഷമായ സമരം നടക്കുകയാണ്. എന്തുകൊണ്ട് പോയില്ല? അവർക്ക് ഡൽഹിയിൽ കാണിച്ച ആത്മാർത്ഥതയ എന്തുകൊണ്ട് അവരുടെ സ്വന്തം സംസ്ഥാനം, അവരെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ജാർഖണ്ഡിൽ കാണിക്കുന്നില്ല? അതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ ഓരോരോ നയങ്ങളാണോ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള കപട നയങ്ങളാണോ? അത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ജനുവനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ, അസംഘടിതരായ സമൂഹത്തിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാണോ കളിക്കുന്നതെന്നുള്ളതായിരുന്നു ആരോപണം വന്നത്. നിങ്ങൾ ജന്തർ മന്ദറിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലും ഒക്കെ നടന്ന രാജ്ഘട്ടിൽ നടന്ന പ്രാർത്ഥനയ്ക്കൊക്കെ മുമ്പിൽ നിന്ന് തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് പോകുന്നില്ല? അവിടെയും കുട്ടികളല്ലേ സമരം ചെയ്യുന്നത്? കുട്ടികളല്ലേ സമരം, പാറ്റ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഗ്രൂപ്പുകളല്ലേ അവിടെ സമരം ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു ആത്മാർത്ഥത ഇല്ലാതെ പോകുന്നത്? അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ മാത്രം മതി, അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെ മാത്രം മതി. അതാണ് രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതിന്റെയും കാരണം ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ പറയുന്ന ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുക. ആദ്യം പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ സമരം അവസാനിക്കും എന്നാണ് പറഞ്ഞത്. അവസാനിക്കുന്നില്ല. അപ്പോഴാണ് മറ്റു ചില ഗ്രൂപ്പുകളൊക്കെ ഇതിനകത്ത് കയറി വരുന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അക്രമം കാണിച്ച ആളുകൾക്കിടയിൽ അതിന് ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട് കേട്ടോ. വളരെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ശക്തമായ അന്വേഷണം നടക്കുന്നതിന് ഫണ്ട് ചെയ്തവരാരൊക്കെയാണ്? ആരൊക്കെയാണ് വിമാന ടിക്കറ്റ് ഒക്കെ മേടിച്ച് അവിടെ പോയിരിക്കുന്നത്? ആരൊക്കെ കണ്ട് ചെയ്യാൻ പോയിട്ടുണ്ട്? പ്രധാനമന്ത്രിക്കെതിരെ വന്ന വീഡിയോ, കേരളത്തിൽ നിന്നുള്ള വീഡിയോകൾ തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയെ കുറിച്ച് വരെ അപവാദകരമായ വീഡിയോകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയോട് പ്രധാനമന്ത്രി ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് കരുതിയിട്ട് അതിന് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ ഉണ്ടാകും. അതിന്റെ പേര് നടപടി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് അവർക്കറിയാം. ഗൗരവതരമായ കേസുകളാണ്. പിന്നെ പണ്ടത്തെ പോലല്ല പൊതുമുതലൊക്കെ തല്ലി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അറിയാമല്ലോ. അത്തരം കേസുകളും വരുമെന്നറിയാം. അത്തരം കേസുകളും ഈ പറയുന്ന ഗ്രൂപ്പുകൾക്കെതിരെ വരുമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഈ സെഷൻ പാർലമെന്റിന്റെ ശരിക്കും ഈ പാർലമെന്റ് എത്ര ദിവസം സഭ സമ്മേളിച്ചിട്ടേ ഇല്ല അല്ലേ? എത്ര രൂപയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് സർക്കാരിന് നികുതിയിനത്തിൽ കിട്ടുന്ന എത്രയോ രൂപയാണ് ഇവരുടെ അലവൻസും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസം പോലും സഭ ബഹളമയമാണ്. ഒറ്റ ദിവസം പോലും സഭ സമ്മേളിച്ചിട്ടില്ല. കാരണം പറയുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല എന്നുള്ളതാണ്. രാജ്യസഭ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് തന്നെ രണ്ട് സഭാധ്യക്ഷന്മാർക്കും രാജ്യസഭയും ലോക്സഭയും നിയന്ത്രിക്കുന്നതിന് എന്തെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുക. സഭാധ്യക്ഷന്മാർ പോലും ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അതിനിടയിലാണ്, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ചതിച്ചു കഴിഞ്ഞാല് പൊട്ടനെ ചെട്ടി ചതിച്ചാലും ഞാനൊരു വാചകം പറഞ്ഞതിന്റെ കാര്യം അതുകൊണ്ടാണ്. ഇപ്പൊ ശരിക്കും ധർമ്മസങ്കടത്തിലാകുകയാണ്. ഇന്ത്യ മുന്നണി ശരിക്കും ധർമ്മസങ്കടത്തിലേക്ക് വരികയാണ്. ജാർഖണ്ഡിൽ എന്ത് സമാധാനം പറയും? ജാർഖണ്ഡ് പ്രശ്നത്തിന് ഇതുവരെ സമാധാനമായിട്ടില്ല. ഇപ്പൊ BJP പ്രക്ഷോഭ പരിപാടി ആരംഭിക്കുന്നു എന്നാണ് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJP. ഹർത്താൽ ആചരിക്കുകയാണ് സാർ, അവർ ഹർത്താൽ ആചരിക്കുകയാണ്. അതെ, ന്യായമാണ്, അവർക്ക് അവകാശമുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ അവർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം സമരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ആ മേഖലയിൽ വരെ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനടക്കം സമരം നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവര് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയായി നിൽക്കുന്ന ജാർഖണ്ഡിൽ BJP അവകാശമുണ്ട്. അതിന് എങ്ങനെ വരും? ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ പോകും? ക്രമസമാധാന പ്രശ്നങ്ങൾ എങ്ങനെ പോകുമെന്ന് അറിയാനൊക്കത്തില്ല. അവരും അതിനകത്തിലെ അവസരങ്ങൾ ആരും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വെറുതെ വിടാത്തില്ല. കിട്ടുന്ന അവസരങ്ങൾ അവരെല്ലാം അത്തരത്തിൽ മുതലാക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് പറയുന്നത്, ഇതിനൊരു ന്യായീകരണമില്ല. ഡൽഹിയിൽ സമരത്തിന് ഒരു പക്ഷത്ത് നിൽക്കുകയും സ്വന്തം നാട്ടിലെ സ്വന്തം വീട്ടിൽ പ്രശ്നം വരുന്ന സമയത്ത് മറ്റൊരു ന്യായം പറയുകയും ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതിനെയാണ്, ആ പൊള്ളത്തരമാണ് ഇപ്പം BJP ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെയും അല്ലെ ഇന്ത്യ മുന്നണിയുടെയും അത്തരം പൊള്ളത്തരങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുക. അതാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, താങ്ക് യു സാർ.